ഇത് നമുക്കിത് നാടൻ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചുവന്ന മുളക്, പച്ചമുളക്, പിന്നെ കുറച്ച് പുളി. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇതാ ചതച്ച് മാറ്റി പ്രത്യേകമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി തയ്യാറാക്കി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്ന ഉള്ളിയും പിന്നെ കുരുമുളക്, പച്ചമുളക്, ചുവന്ന മുളക് ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അതിൻ്റെ ലോങ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി എല്ലാവരും ഒന്ന് കാണണം. സ്കിപ്പ് ചെയ്താതെ കണ്ടാലേ നിങ്ങൾക്ക് ഈ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവസാനം മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. രസം തിളയ്ക്കാതെ നോക്കണം. ഇപ്പോൾ നല്ലൊരു നാടൻ രസം തയ്യാറായിട്ടുണ്ട്.